ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ ഓൺലി ഫോർ എഞ്ചിനീയേഴ്സ്. നമ്മൾ ഈ ഒരു സെഷനിൽ LSTD AE എക്സാമിൽ കഴിഞ്ഞ LSTD AE എക്സാമിന് വന്നിട്ടുള്ള ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിലെ കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോവുകയാണ്. നമുക്കറിയാം ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. സോയിൽ എന്ന നാട്ടിൽ നമ്മൾ അതിനെ പറയപ്പെടാറുണ്ട്. 10 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു പറഞ്ഞാൽ 10 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. ലാസ്റ്റ് നടന്ന LSTD AEയിലെ സോയിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാ നോക്കാം. നമുക്ക് നോക്കിയേ, ന്യൂമറിക്കലും ഉണ്ട്, തിയററ്റിക്കലും ഉണ്ട്. അത്യാവശ്യം നല്ല ന്യൂമറിക്കലാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് എളുപ്പമാണ്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. ഇല്ലെങ്കിൽ ആ ഒരു സ്പീഡിൽ ആ ഒരു എക്സാം ഹാളിൽ അതിനനുസരിച്ച് നമുക്ക് ഓടിയെത്താൻ പറ്റൂല. ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം, ഡിറ്റർമൈൻ ദ കോഎഫിഷ്യന്റ് ഓഫ് പെർമിബിലിറ്റി ഇൻ mm/s in a constant head permeability method. Yes, in which the distance between the piezometer tapping is 120 mm, area of the test sample is 100 mm square, and the difference of the water level in the piezometer is 60 mm ആണ്. 600 ml of water is collected in 300 seconds during the test ആണ്. നോക്കിയേ, മൊത്തം ടെസ്റ്റ് എങ്ങനെ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ചോദ്യത്തിന്റെ വലുപ്പം എത്ര തന്നെ വരും. ടെസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ഹെഡ് പെർമിബിലിറ്റി മെത്തേഡ് ആണ് അല്ലെ. കോൺസ്റ്റന്റ് ഹെഡ് മെത്തേഡ് ആണ് നമ്മൾ ഇതിനെ പറയാറുള്ളത്. ഏത് സോയിലിന് വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക എന്ന് ചോദിച്ചാൽ കോഴ്സ് ഗ്രൈൻഡ് സോയിലിന് വേണ്ടി ഉപയോഗിക്കാം. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കോഴ്സ് ഗ്രൈൻഡ് സോയിലിൽ അത്യാവശ്യം പെർമിബിലിറ്റി ഉണ്ട്. ഇതാ ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ സോയിൽ സാമ്പിള്. നിങ്ങൾ ഇതിലൂടെ വാട്ടർ പറഞ്ഞേക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള പെർമിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്ക് എന്ത് അവൈലബിൾ ആയിരിക്കും? കോൺസ്റ്റന്റ് ആയ ഒരു ഡിസ്ചാർജ് അവൈലബിൾ ആയിരിക്കും. ക്ലിയർ അല്ലേ? നമ്മൾ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ദാ ഈ എടുത്തിരിക്കുന്ന സോയിൽ സാമ്പിളിലൂടെ വാട്ടർ നമ്മൾ എന്ത് ചെയ്യാണ്? പാസ് ചെയ്യാണ്. എന്നിട്ട് അതിനെ നമ്മൾ ഒരു ജാറിൽ, ഒരു മെഷറിംഗ് ജാറിൽ കളക്ട് ചെയ്യുകയാണ്. എത്രത്തോളം വോളിയം ഓഫ് വാട്ടർ നമ്മൾ കളക്ട് ചെയ്തു, ഇൻ വാട്ട് ടൈം എന്ന് നമ്മൾ നോട്ട് ചെയ്യും. എത്ര വോളിയം കളക്ട് ചെയ്തു, അത് കളക്ട് ചെയ്യാൻ എടുത്ത സമയം, ഇത് രണ്ടുമാണ് നമ്മൾ ഒബ്സർവേഷൻ ആയിട്ട് കാണുന്നത് അവിടെ. ക്ലിയർ അല്ലേ? ആൻഡ് ഓൾസോ ഒരു കോൺസ്റ്റന്റ് ഹെഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് സേ ദാറ്റ് ഹെഡ് അവൈലബിൾ ഈസ് H ആണ്. നോക്കിയാൽ 2 പീസോമീറ്ററുകൾ കണ്ടോ? ഇതാണ് ഒന്നാമത്തെ പീസോമീറ്റർ, ഇതാണ് രണ്ടാമത്തെ പീസോമീറ്റർ. അതായത് സോയിൽ സാമ്പിളിന്റെ തുടക്കത്തിലും അവസാനത്തിലും ആണ് ആ പീസോമീറ്ററുകൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ആ കാരണം കൊണ്ട് തന്നെ പീസോമീറ്ററുകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഡയറക്ട്ലി ഗിവ് ദ ലെങ്ത് ഓഫ് ദ സോയിൽ സാമ്പിൾ. ഓൾസോ ക്വസ്റ്റ്യനിൽ സോയിൽ സാമ്പിളിന്റെ ഏരിയയും കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പെർമിബിലിറ്റി എന്നാണ്. സിമ്പിൾ ആണ്. പെർമിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ പെർമിബിലിറ്റി? ഇതാണ് പ്രാക്ടിക്കൽ ടെസ്റ്റ് കാണുന്നത്. നമ്മൾ ഇത്തരത്തിൽ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ജാറിൽ നമ്മുടെ സാൻഡ് പോലെയുള്ള കോഴ്സ് ഗ്രൈൻഡ് സോയിൽ എടുക്കുന്നു. എന്നിട്ട് അവിടെ നിന്നുമുള്ള പുറത്തേക്കുള്ള ഫ്ലോ ഒരു മെഷറിംഗ് ജാറിൽ നമ്മൾ എന്ത് ചെയ്യാണ്? കളക്ട് ചെയ്യാണ്. എത്രത്തോളം വോളിയം കളക്ട് ചെയ്തു, അതിനുവേണ്ടി എത്ര സമയം എടുത്തു എന്ന് നമ്മൾ നോക്കുന്ന ആ ഒരു പരിപാടിയാണ്. ഓക്കെ, ആ ഒരു പരിപാടിനെയാണ് കോഴ്സ് ഗ്രൈൻഡ് സോയിലിന് വേണ്ടി നടത്തുന്നു. അതിനെ നമ്മൾ പറയുന്ന പേര് കോൺസ്റ്റന്റ് ഹെഡ് മെത്തേഡ് ആണ്. ബിക്കോസ് വി ആർ ഏബിൾ ടു ഗെറ്റ് എ കോൺസ്റ്റന്റ് ഹെഡ് ഓർ കോൺസ്റ്റന്റ് ഡിസ്ചാർജ് ഔട്ട് ഓഫ് ദ എക്സ്പെരിമെന്റ് ആണ്. ക്ലിയർ അല്ലേ? നോക്കിയാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട K ആണ്. ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q ഡിവൈഡഡ് ബൈ A ഇൻറ്റു I ആണ്. നമുക്കറിയാം കോഎഫിഷ്യന്റ് ഓഫ് പെർമിബിലിറ്റി ഈസ് ദ ഡിസ്ചാർജ് പെർ യൂണിറ്റ് ഏരിയ അണ്ടർ യൂണിറ്റ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ആണ്. നോക്കിയേ, ഇവിടുന്ന് കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റും. എടോ, Q എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം പെർ ടൈം ആണ്, അറിയാലോ. A എന്ന് പറഞ്ഞാൽ ഏരിയ തന്നെ. ആൻഡ് നമുക്കറിയാം ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് എവർ ദ ഹെഡ് ലോസ് ഒക്കറിംഗ് ഓവർ എ യൂണിറ്റ് ലെങ്ത് ആർ ലെങ്ത് ഓഫ് ദ സോയിൽ സാമ്പിൾ. ഇതിലൊന്ന് റീഅറേഞ്ച് ചെയ്താൽ സാധനം കിട്ടി. എങ്ങനെ അതിന്റെ ഫോർമുല വന്നു എന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഓക്കെ അല്ലെ? എങ്ങനെ അതിന്റെ ഫോർമുല വന്നു എന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുകയാണ്. സോ ദിസ് വിൽ ബി V ഇൻറ്റു L ഡിവൈഡഡ് ബൈ H ഇൻറ്റു A ഇൻറ്റു T ആണ്. ദാറ്റ് ഈസ് VL ഡിവൈഡഡ് ബൈ ഹാറ്റ് ആണ്. ഹാറ്റ് ഇക്വേഷൻസ് മറന്നു പോവേ. അപ്പൊ അത് ഓർക്കുക, ഇക്വേഷൻസ് മറന്നു പോകുമല്ലോ. എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ട് ഇക്വേഷൻ ഓർക്കാൻ ശ്രമിക്കുക. VL ഡിവൈഡ് ബൈ H ഇൻറ്റു A ഇൻറ്റു T ദാറ്റ് ഈസ് ഹാറ്റ് ആണ്. ഇവിടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇപ്പൊ കാണുന്നത്. നിങ്ങളിപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചാൽ K ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ദ വാട്ടർ കളക്ടഡ് തന്നിട്ടുണ്ട്. എത്രയാണ് വോളിയം ഓഫ് ദ വാട്ടർ കളക്ടഡ് തന്നിട്ടുണ്ട്? എത്രയാണ് ക്വസ്റ്റ്യനിൽ? 600 ml ഓഫ് വാട്ടർ ഈസ് കളക്ടഡ് ഇൻ 300 സെക്കൻഡ്സ് ആണ്. ഇൻ 300 സെക്കൻഡ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം എന്ത്? ദിസ് ഈസ് 600. യെസ്, ആൻഡ് L ഈസ് ഈക്വൽ ടു തന്നിട്ടുണ്ട്. എത്രയാണ്? ദാറ്റ് ഈസ് 120 mm ആണ്. ഡിവൈഡഡ് ബൈ 60 ഈസ് ദ ഹെഡ് ലോസ് അവൈലബിൾ. പീസോമീറ്റർ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് 60 ആണ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ആൻഡ് 100 mm ഈസ് ദ ഏരിയ. 100 mm സ്ക്വയർ ഈസ് ദ ഏരിയ ഓഫ് ദ സോയിൽ സാമ്പിൾ.
നമ്മൾ ഈ പറയുന്ന 600 ml കളക്ട് ചെയ്തിരിക്കുന്നത് 300 സെക്കൻഡിലാണ്. 300 സെക്കൻഡിലാണ്. സാധനം എളുപ്പമാണ്. ഇഫ് യു ഡു ദ ആൻസർ ദിസ് ഇസ് 0.04 സെക്കൻഡ് ആണ്. 0.04 സെക്കൻഡ്. നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ എക്സാം ഹോളിൽ വന്നു കഴിഞ്ഞാൽ നമ്മള് പാനിക് ആവും. ക്വസ്റ്റ്യൻ വായിച്ച് തീരാൻ തന്നെ സമയം എടുക്കും. നമ്മളുടെ അപ്രോച്ച് എന്തായിരിക്കണം? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ എക്സാം ഹോളിൽ കണ്ടു കഴിഞ്ഞാൽ അത് വായിക്കാൻ പോലും നിൽക്കരുത്. ആദ്യത്തെ റൗണ്ടിൽ അത് വായിക്കുകയേ ചെയ്യരുത്. നമ്മൾ 100 ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ കീ കണ്ടു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ നമുക്ക് ആൻസർ കിട്ടുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ വേറെ ഉണ്ടാവും. ആദ്യം നമ്മൾ അതാണ് ആൻസർ ചെയ്യേണ്ടത്. സോ ഇങ്ങനെ ക്വസ്റ്റ്യൻ വായിച്ചു പോകുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുന്നു, അത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, അതിന്റെ ഓപ്ഷൻ അപ്പൊ തന്നെ നമുക്ക് കാണാൻ സാധിച്ചു, അത് അപ്പൊ തന്നെ എന്ത് ചെയ്യുക, ബബിൾ ചെയ്യുക, മാർക്ക് ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടപ്പോൾ ഈ വലിയ ക്വസ്റ്റ്യൻ ആണ്. വായിക്കാനേ നിൽക്കരുത്. ഫസ്റ്റ് റൗണ്ടിൽ, ആദ്യത്തെ റൗണ്ടിൽ ഈ പറയുന്ന ക്വസ്റ്റ്യൻ വായിക്കാനേ നിൽക്കരുത്. നിങ്ങൾ ആദ്യം 100 ക്വസ്റ്റ്യനിലൂടെ കടന്നു പോകൂ. അങ്ങനെ കടന്നു പോകുമ്പോ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എളുപ്പമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ആദ്യം അതെല്ലാം ആൻസർ ചെയ്യുക. യെസ്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ എന്ത് ചെയ്യുക, ഒന്ന് റൗണ്ട് ചെയ്യുക, മാർക്ക് ചെയ്യുക, എന്നിട്ട് ഇവരിലേക്ക് എന്ത് ചെയ്യുക, തിരിച്ചു വരിക. ക്ലിയർ അല്ലേ? സോ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. 0.04 സെക്കൻഡ്സ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ചോദ്യം നോക്കൂ. വീണ്ടും ന്യൂമറിക്കൽ. ശ്രദ്ധിക്കണം, അതാണ് പോയിന്റ്. 82. ഫൈൻഡ് ദ എഫക്റ്റീവ് സ്ട്രെസ് അറ്റ് ദ ബോട്ടം ഓഫ് ദ സാൻഡ് ഡെപ്പോസിറ്റ് of thickness 8 meter. Water table is at the middle of the sand deposit. Take unit weight, bulk unit weight is equal to 18 kilonewton per meter cube and gamma sach is equal to 20 kilonewton per meter cube. Okay, also gamma w അവർ പറയുന്നുണ്ട്. Okay, ആദ്യം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്? യു ഹാവ് ടു ഡ്രോ ദ പ്രൊഫൈൽ ആണ് അല്ലെ. സോ സാൻഡ് ഡെപ്പോസിറ്റ് മൊത്തം എത്ര മീറ്റർ ആണ് ഡെപ്ത് ഉള്ളത്? മൊത്തം 8 മീറ്റർ ആണ് ഡെപ്ത് ഉള്ളത്. ആ 8 മീറ്ററിന്റെ മിഡ് പോർഷനിലായിട്ട് വാട്ടർ ടേബിൾ ഉണ്ട് എന്നാ പറയുന്നത്. ഓ ആയിക്കോട്ടെ, ഇതാ. സോ ദിസ് വിൽ ബി ദ 4 മീറ്റർ ആൻഡ് ബാക്കി റിമൈനിങ് 4 മീറ്റർ. ഇവിടെ വാട്ടർ ടേബിൾ അവൈലബിൾ ആണ്. സോ താഴെയുള്ള സോയിൽ അല്ലെങ്കിൽ സാൻഡ് എന്താണ്? സാച്ചുറേറ്റഡ് ആണ്. സോ ദിസ് വിൽ ബി ഗാമ സാച്ച് വിച്ച് ഇസ് ഈക്വൽ ടു 20 ആണ് ഉണ്ടാവുക. ആൻഡ് മോളുള്ള സോയില് എന്താ അവസ്ഥ എന്നറിയില്ല, ബൾക്ക് കണ്ടീഷൻ ആണ്. അപ്പൊ ഗാമ ഇസ് ഈക്വൽ ടു എന്താണ് നമുക്കറിയാം. യെസ്, ബൾക്ക് എന്ന് പറഞ്ഞാൽ എന്തുമാവാലോ, ബൾക്ക് എന്ന് പറഞ്ഞാൽ എന്തുമാവാം. സോ ഇതാണ് ഡെപ്ത് തന്നിരിക്കുന്നത്, ഇതാണ് യൂണിറ്റ് വെയിറ്റ്. ജസ്റ്റ് എന്ത് കണ്ടുപിടിക്കുക? സിഗ്മ ഡാഷ് ആണ് ചോദിച്ചിരിക്കുന്നത്. സിഗ്മ മൈനസ് യു അറ്റ് ദ ലെവൽ വേർ അറ്റ് 8 മീറ്റർ ബിലോ അല്ലെ. ഇതായിരുന്നു ലെവൽ 11, ഇതാണ് ലെവൽ 22, ഇതാണ് ലെവൽ 33. ലെവൽ 33യിലാണ് കാര്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആണ്, പവർഫുൾ ആണ്. സോ സിഗ്മ ഡാഷ് ഇസ് ഈക്വൽ ടു സിഗ്മ മൈനസ് യു where sigma is the total stress. എത്രയാ വരിക? 4 into 18, 4 into 20. So this will be 4 into 18 plus 4 into 20. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിന്റെ പരിപാടിയാണ് അല്ലെ. വെള്ളം എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. സോ യു വിൽ ബി ഈക്വൽ ടു എത്ര ഡെപ്തിലേ ഉള്ളൂ? ഈ താഴെ കാണുന്ന 4 മീറ്റർ ഡെപ്തിലെ വെള്ളമുള്ളൂ. സോ എത്ര ഉണ്ടാവുക? 4 into, yes, this will be 4 into 10 only. Because u is equal to എന്തായിരുന്നു? യെസ്, എച്ച് ഗാമ ഡബ്ല്യു ആണ് അല്ലെ. ആൻഡ് എച്ച് എത്രയാണ്? 4 ആണ്. ഇൻഡു എത്രയാണ്? ഗാമ ഡബ്ല്യു 9.81 ആണ്. ക്വസ്റ്റ്യനിൽ പറയുന്നു 10 എടുത്തോളൂ. സോ സിഗ്മ ഡാഷ് വിൽ ബി ഈക്വൽ ടു 4 into 18 plus 4 into 20 minus 10. So this will be 112 kilonewton per meter square. ഇതൊക്കെ ഈ ഒരു തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ ഈ കാണുന്ന ക്വസ്റ്റ്യനും ഈ ലെവൽ ഓഫ് ക്വസ്റ്റ്യനും ഇതിന്റെ മുകളിലത്തെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എക്സാം ഹാളിൽ ഇവയൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്ത് ഒപ്പിക്കാൻ പറ്റുള്ളൂ. ഈ ലെവൽ ഓഫ് ക്വസ്റ്റ്യനും ഇതിന്റെ മുകളിലത്തെ ലെവൽ ഓഫ് ക്വസ്റ്റ്യനും തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യണം. കുറച്ച് കട്ടിയുള്ള ക്വസ്റ്റ്യൻ, കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ, അതായത് വലിയ ലെങ്ത് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെ പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ എക്സാമിന് ഈ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഇതിൽ കൂടുതൽ ലെവലും ക്വസ്റ്റ്യൻസ് വരും. നമ്മൾ ഒരു പടി മുന്നിൽ വലിയ ക്വസ്റ്റ്യൻസുകൾ കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങണം എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ക്ലിയർ അല്ലേ? യെസ്, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഏതാണ് ഓപ്ഷൻ? 112 ഉണ്ടോ? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം ന്യൂമറിക്കൽ ആണോ? വീണ്ടും ന്യൂമറിക്കൽ. എ ക്ലേ ലെയർ 6 meter thick subject to a pressure of 60 kilonewton per meter square. If the layer has a double drainage and undergoes 50% consolidation in 1 year, yes, determine the coefficient of consolidation in meter square per year. Take TV is equal to 0.196. അത് അവർ തരാൻ പാടില്ലായിരുന്നു. പോട്ടെ, അവർ തന്നു, കുഴപ്പമില്ല. നോക്കിയേ, സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലാണ്. ഈ പറയുന്ന സോയിലിന്റെ മൊത്തം തിക്നെസ് എത്രയാ പറയുന്നത് അവര്? 6 മീറ്റർ ആണ്.
ആൻഡ് ഡബിൾ ഡ്രെയിനേജ് ആണ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അതിന്റെ താഴത്തെ ഭാഗത്തൂടെയും മുകളിലുള്ള ഭാഗത്തൂടെയും എന്ത് സംഭവിക്കുന്നു? വാട്ടർ എസ്കേപ്പ് ആവാനുള്ള സാധ്യത ഉണ്ട്. ഈ പറയുന്ന സോയിൽ ലെയറിന്റെ ടോപ്പിലൂടെയും ബോട്ടത്തിലൂടെയും വാട്ടർ എസ്കേപ്പ് ആവും. അതായത് ഇഫ് യു ടേക്കിംഗ് ദ ലെങ്ത് ഓഫ് ദ ഡ്രെയിനേജ് പാത്ത്, അല്ലെ, ഇവിടുന്ന് വാട്ടർ മോളിക്യൂൾസ് മുകളിലേക്കും എസ്കേപ്പ് ആവാം, താഴോട്ടും എസ്കേപ്പ് ആവാം. അതായത് ലെങ്ത് ഓഫ് ദ ഡ്രെയിനേജ് പാത്ത് എത്രയാണെന്ന് ചോദിച്ചാൽ ലെങ്ത് ഓഫ് ദ ഡ്രെയിനേജ് പാത്ത് നമ്മൾ അതിനെ സ്മോൾ ഡി എന്നാണ് പറയാറുള്ളത്. ഇപ്പോൾ എത്രയായിരിക്കും? ദ ഓവറോൾ തിക്നെസ് ഓഫ് ദ സോയിൽ ഡിവൈഡ് ബൈ 2 ആണ്, അല്ലെ. നിങ്ങൾ ഒരു സെന്ററിലുള്ള വാട്ടർ മോളിക്യൂൾ നോക്കിക്കഴിഞ്ഞാൽ ആ വാട്ടർ മോളിക്യൂൾ മുകളിലൂടെയും എസ്കേപ്പ് ആവാം, താഴെയും എസ്കേപ്പ് ആവാം. ടെർസാഗി 1 ഡയമെൻഷണൽ തിയറിനെയാണ് പറയുന്നത്. എന്താണ് മൂപ്പർ അങ്ങനെ പറയാൻ കാരണം? 1 ഡയമെൻഷണൽ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ഈസ് എസ്കേപ്പിംഗ് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ ഓൺലി. വാട്ടർ ഈസ് എസ്കേപ്പിംഗ് വെർട്ടിക്കൽ ഡയറക്ഷൻ ഓൺലി. ക്ലിയർ അല്ലേ? സോ ലെങ്ത് ഓഫ് ഡ്രെയിനേജ് പാത്ത് S0/2 ആയിരിക്കും. CV ആണ് ചോദിച്ചിരിക്കുന്നത്. ടൈം ഫാക്ടർ നോക്കിയേ, 15% കൺസോൾട്ടേഷൻ ആണ്. നമുക്കറിയാം അതിന്റെ ടൈം ഫാക്ടർ TB വിൽ ബി ഈക്വൽ ടു, നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചതാണ്. TB ഈസ് ഗിവൺ ബൈ 0.196 ആണ്. അത് അവർ തരണമെന്നില്ല, അവർ തന്നില്ലെങ്കിൽ നമുക്ക് ഓർമ്മ ഉണ്ടാവും. ആൻഡ് TB ഈസ് ഈക്വൽ ടു എന്താണ്? CV into T divided by D square ആണ്. Where CV is the coefficient of consolidation. Yes, CV is equal to TB into D square divided by T. Direct substitution, ഒന്നും പേടിക്കാനില്ല. So CV is equal to TB D square divided by T. So TB എത്രയാണ് തന്നിട്ടുണ്ട്? തന്നില്ലെങ്കിൽ നമുക്ക് ഓർമ്മ ഉണ്ടാവണം, നമ്മൾ 50% കൺസോൾട്ടേഷന്റെയും 90% കൺസോൾട്ടേഷന്റെയും TB വാല്യൂ ബൈ ഹാർട്ട് ചെയ്തുകൊണ്ടാണ് എക്സാം ഹോളിലേക്ക് പോവുക. ബിക്കോസ് അത് ഫ്രീക്വന്റ്ലി ചോദിക്കാറുണ്ട്, അല്ലെ. ഇൻറ്റു D സ്ക്വയർ എത്രയാണോ? D is equal to എത്രയാണ്? H0/2. ആൻഡ് H എത്രയായിരുന്നു? 6 ആയിരുന്നു. ദാറ്റ്സ് വൈ 3 മീറ്റർ. സോ 3 സ്ക്വയർ ഡിവൈഡ് ബൈ വാട്ട് ഈസ് T? T is the time required for the consolidation. ഒരു കൊല്ലം കൊണ്ടാണ് പറയുന്നത്. സോ ദിസ് ഈസ് 1 ഇയർ. ഓക്കെ, വേണമെങ്കിൽ ഞാൻ യൂണിറ്റും കൂടി എഴുതാം. നോക്കിയേ, 3 മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. 3 മീറ്റർ സ്ക്വയർ ആണ്. അവർ അങ്ങനെ ചോദിച്ചിരിക്കുന്നത്. വി നീഡ് ദ ആൻസർ ഇൻ മീറ്റർ സ്ക്വയർ പെർ ഇയർ, അല്ലേ? യെസ്, ദിസ് ഈസ് മീറ്റർ സ്ക്വയർ പെർ ഇയർ. So you will get the answer 1.764 meter square per year. മാക്സിമം യൂണിറ്റും കൂടി എഴുതാൻ ശ്രമിക്കുക കേട്ടോ. മാക്സിമം യൂണിറ്റും കൂടി എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് മുന്നോട്ട് നീങ്ങുക. ക്ലിയർ അല്ലേ? സോ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ 1.764. 10 ക്വസ്റ്റ്യനിൽ ഇപ്പൊ തന്നെ 3 ന്യൂമറിക്കലായി. ആയിക്കോട്ടെ. യെസ്, നെക്സ്റ്റ് തിയറിയാണ്. 4ാമത്തെ ചോദ്യം. The Taylor stability chart are based on the total stress using direct question. Option B friction circle method ആണ്, അല്ലെ. Taylor stability charts are based on a total stress using friction circle method ആണ്. നമുക്കറിയാം പല രീതിയിൽ നമ്മുടെ സ്ലോപ്പുകൾ ഫെയിൽ ആവാം. ലെറ്റ്സ് സേ ഫെയിലിയർ സംഭവിക്കുന്ന സർഫസ് ഇതാണ്. അതിന് മുകളിലുള്ള സോയില്, അതിന് താഴെയുള്ള സോയില്, അല്ലെ. ഫെയിലിയർ സംഭവിക്കുന്ന സോയിലിന്റെ സർഫസ് ഇതാണ്. അതിന് മുകളിൽ ഒരു സെറ്റ് ഓഫ് സോയിൽ, താഴെ ഒരു സെറ്റ് ഓഫ് സോയിൽ. ആ പറഞ്ഞ 2 സോയിലുകളുടെയും റിസൾട്ടന്റ് ഫോഴ്സ്, അല്ലെ, ദ റിസൾട്ടന്റ് ഫോഴ്സ് ആക്ടിങ്, യെസ്, എങ്ങനെയായിരിക്കും പാസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ അസംപ്ഷൻ that the resultant force R on the rupture surface is tangential to a circle of radius R is equal to small r is equal to R sin phi, which is concentric with the trial circle. നിങ്ങൾ ഈ കാണുന്ന സർക്കിളിന്റെ ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും ഇവിടുന്ന് പോകുന്ന ആ റിസൾട്ടന്റ് ഫോഴ്സ് പാസ് ചെയ്യുക. ആൻഡ് ദാറ്റ് പെർട്ടിക്കുലർ സർക്കിൾ ഈസ് ടേംഡ് ആസ് ഫ്രിക്ഷൻ സർക്കിൾ. എന്താ ചോദിക്കുന്ന അടുത്ത ചോദ്യം? ആ ഫ്രിക്ഷൻ സർക്കിളിന്റെ റേഡിയസ് എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. R sin phi ആണ്. ഓപ്ഷൻ ബി ആണ്. യാതൊരു അടങ്ങാറുമില്ല. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണ്? നെക്സ്റ്റ്. യെസ്, അടുത്ത ചോദ്യം നോക്കിയേ. The curve joining points of equal stress intensity below the soil. അതിനെയാണ് എന്ത് പറയാ? നമ്മൾ ഐസോ ബാറുകൾ എന്ന് പറയുന്നത്. നമ്മൾ അതിനെ എന്തും കൂടി പറയാറുണ്ട്? പ്രഷർ ബൾബുകൾ എന്നും പറയാറുണ്ട്. യെസ്, സോ ഓപ്ഷൻ ഡി ആണ്. ഐസോബാർ ദാ ഈ കാണുന്നതാണ് ഐസോബാർ. നിങ്ങളെ ഗ്രൗണ്ട് ലെവൽ ഇതാണ് കാണിച്ചിരിക്കുന്നത്. ഈ പറയുന്ന ഈ ഡയഗ്രത്തിലൂടെ നിങ്ങൾ എവിടെ നോക്കിയാലും നിങ്ങളുടെ സോയിൽ ആക്ട് ചെയ്യപ്പെടുന്ന പ്രഷർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ദീസ് ആർ ലുക്കിംഗ് ലൈക്ക് എ ബൾബ്സ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് പ്രഷർ ബൾബ്സ്. ക്ലിയർ അല്ലേ? പ്രഷർ ബൾബ്സ്. അടുത്ത ചോദ്യം ഇതാ, വീണ്ടും ന്യൂമറിക്കൽ. 4ാമത്തെ ന്യൂമറിക്കൽ. വാട്ട് ഈസ് ദ ഇന്റൻസിറ്റി ഓഫ് ദ വെർട്ടിക്കൽ സ്ട്രെസ് ഇൻ കിലോന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ബിലോ എ പോയിന്റ് ലോഡ്? അപ്പോ കാര്യങ്ങൾ എളുപ്പമായി. യെസ്, ഓഫ് 500 kilonewton at a depth of 5 meter.
at a depth of 5 meter. നിങ്ങൾ നോക്കിയ ഫിഗർ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. എക്സാം ഹോളിൽ നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമില്ല. പോയിന്റ് ലോഡ് ആണ് പരിപാടി. ഇതാ പരിപാടി പോയിന്റ് ലോഡ്. And they are asking to find out. Yes, at a depth of എത്രയാണ് 5 meter below. 5 meter below, that is Z is equal to 5 meter. അല്ലെ, നമുക്കറിയാം ഈ പറയുന്ന എക്സാക്ട്ലി ഇതിന്റെ മാക്സിമം ഇന്റൻസിറ്റി എന്ന് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്യുന്നില്ലെങ്കിൽ പോലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ പറയുന്ന എക്സാക്ട്ലി ബിലോ പോയിന്റിൽ വേർ R is equal to 0 ആവുന്ന പോയിന്റിലാണ് മാക്സിമം ഇന്റൻസിറ്റി ഓഫ് സ്ട്രെസ് കാണപ്പെടുക. മാക്സിമം ഇന്റൻസിറ്റി ഓഫ് സ്ട്രെസ് കാണപ്പെടുക. ഇക്വേഷൻ ബോസിനസ് ഇക്വേഷൻ ആണ് ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഉപയോഗിക്കേണ്ടത്. വെസ്റ്റർഗാർഡ് പറയുകയാണെങ്കിൽ മാത്രം ഉപയോഗിക്കുക. ഒന്നും പറഞ്ഞില്ലെങ്കിൽ ബോസിനസ് ഇക്വേഷൻ ആണ്. അറിയാം സിഗ്മ ഇസഡ് ഈസ് ഈക്വൽ ടു KB into Q by Z square ആണ്. where KB is equal to 3 by 2 pi into 1 by 1 plus R by Z. ഇവിടെ ഒരു സ്ക്വയർ വേണം. raised to 5 by 2 and ഇവിടെ R by Z ൽ R എന്താണ് 0 ആവുകയാണ്. അപ്പോഴാണ് നമുക്ക് KB എന്ന് പറയുന്ന വാല്യൂ മാക്സിമം ആവുക. we already know this value which is 0.475 ആണ്. 0.475 ആണ്. അപ്പൊ കാര്യങ്ങൾ എളുപ്പമായി മിസ്റ്റർ. സിഗ്മ Z is equal to 0.475 Q by Z square ആണ്. so this will be 0.475 into Q തന്നിട്ടുണ്ട് 500 കിലോ ന്യൂട്ടൺ ആണ്. Z 5 എന്നാണ് പറയുന്നത്, സ്ക്വയർ ആണ് പറയുന്നത്. ആൻഡ് 5ന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. സോ ദാറ്റ് വിൽ ബി മീറ്റർ സ്ക്വയർ ആയിരിക്കും. ക്ലിയർ അല്ലേ? എത്രയാണ് ആൻസർ വരുന്നത്? 9.55 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. നോക്കിയേ, ഇവിടെ ഉണ്ടല്ലോ നമ്മൾ ഈ കാൽക്കുലേഷൻ കൂടി ചെയ്യാൻ പറ്റണേ, അതും കൂടി സമയം എടുക്കും. സോ എല്ലാ രീതിയിലും സജ്ജരായിരിക്കണം നമ്മൾ. LSTD എക്സാം A ലെവൽ എക്സാം എന്ന് വെച്ചാൽ നല്ല ന്യൂമറിക്കലാണ്. നല്ല ന്യൂമറിക്കൽ എന്ന് പറയുമ്പോൾ നോക്കിയേ, ചില ടോപ്പിക്ക് നമുക്ക് തിയററ്റിക്കൽ ക്വസ്റ്റിനെ ഉണ്ടാവുള്ളൂ. നമുക്ക് എത്ര ഡിസ്കസ് ചെയ്താലും ചില ടോപ്പിക്കുകൾ അല്ലെ. ന്യൂമറിക്കൽ ചെയ്യുമ്പോൾ മാക്സിമം കൂടിയ സാധനം തന്നെ ചെയ്യുക, കൂടിയ ലെവൽ സാധനം തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഗേറ്റും എഞ്ചിനീയറിംഗ് സർവീസും തന്നെ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ മെനക്കെടുമ്പോ കുറച്ച് നല്ലപോലെ മെനക്കെടും. ഓപ്ഷൻ സി ക്ലിയർ. അടുത്ത ചോദ്യം, വീണ്ടും ന്യൂമറിക്കൽ, 5ാമത്തെ ന്യൂമറിക്കൽ നോക്കൂ. ഡിറ്റർമൈൻ ദ ടോട്ടൽ ലാറ്ററൽ എർത്ത് പ്രഷർ ആണ് ചോദിച്ചിരിക്കുന്നത്. at rest condition. In kilonewton on a retaining wall of height 5 meter. Take gamma soil is equal to 17 K0 എന്ന് വെച്ചാൽ this is a constant. റെസ്റ്റിൽ ഉണ്ടാവുന്ന കോൺസ്റ്റന്റ് ആണ് അല്ലെ. എർത്ത് പ്രഷർ കോൺസ്റ്റന്റ് at the rest 0.5. assume the water table is below 5 meter. അപ്പൊ തലവേദനയില്ല. റീറ്റേണിംഗ് വാൾ ആണ് വരച്ചിരിക്കുന്നത്. ഇതാണ് ഗ്രൗണ്ട് വാള്. അതിന്റെ ബാക്കിലേക്കുള്ള സോയിലിനെ നമ്മൾ ബാക്ക് ഫിൽ എന്ന് പറയും അല്ലെ. റീറ്റേണിംഗ് വാളിന്റെ ഹൈറ്റ് 5 മീറ്റർ ആണ്. വാട്ടർ ടേബിൾ ഇവിടെയാണ്. അപ്പൊ തലവേനല്ല നമുക്ക്. നോക്കിയ പ്രഷർ എങ്ങനെയാ വേരി ചെയ്യാം? ഏറ്റവും ടോപ്പിൽ 0 ആയിരിക്കും. ആൻഡ് ആസ് വി ഗോ ഡൗൺ ദ പ്രഷർ വേരിയേഷൻ വിൽ ബി സംവാട്ട് ലൈക്ക് ദിസ് അല്ലെ. ഇത്തരത്തിലാണ് പ്രഷർ വേരിയേഷൻ ഉണ്ടാവുക. എത്രയാണ് ഈ വാല്യൂ? അറ്റ് ഹിയർ വി ആർ ഹാവിംഗ് 0 വാല്യൂ. പ്രഷർ സ്ട്രെസ് ആണ്. ആൻഡ് ബിലോ നമുക്ക് എത്ര കാണാം? ദിസ് വിൽ ബി K0 into gamma H ആണ്. ആൻഡ് ദിസ് ഈസ് ആക്ടിങ് ഓവർ ദ ഹൈറ്റ് ഓഫ് H ആണ്. ഇതാണ് സ്ട്രെസ്സിന്റെ വേരിയേഷൻ. ഈ പറയുന്ന സ്ട്രെസ് ഡയഗ്രത്തിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ പ്രഷർ കിട്ടും. ആ പറയുന്ന സ്ട്രെസ്സിന്റെ ഏരിയ കണ്ടുപിടിക്കുക. യു വിൽ ഗെറ്റ് ലാറ്ററൽ എർത്ത് പ്രഷർ ഓർ ലാറ്ററൽ എർത്ത് ഫോഴ്സ് ഓർ ലാറ്ററൽ ത്രസ്റ്റ് എന്നാണ് പറയാ അതിന്. ഫോഴ്സ്, പ്രഷർ, ത്രസ്റ്റ്. ഇത് സ്ട്രെസ് ഡയഗ്രാം ആണ്. ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ കണ്ടുപിടിക്കൂ. സോ ലാറ്ററൽ എർത്ത് പ്രഷർ വിൽ ബി ഈക്വൽ ടു at the rest ആണ്. lateral earth pressure will be is equal to ആ triangle area, that is K0 gamma H square divided by 2 അല്ലെ. ഹാഫ് അല്ലെ. half into height into base ആണ്. so this will be K0 gamma H square by 2. substitute ചെയ്യുക direct. പക്ഷെ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം അറിയോ? നമുക്ക് ഇങ്ങനെ ചൂടപ്പം പോലെ വന്നാ മതി. 0.5 into ഗാമ എത്രയാണ്? 17 ആണ് തന്നിരിക്കുന്നത്. H എത്രയാണ്? ഡെപ്ത്, ഹൈറ്റ് 5 സ്ക്വയർ ആണ് ഡിവൈഡ് ബൈ 2. യു വിൽ ഗെറ്റ് an answer of 106.25 കിലോ ന്യൂട്ടൺ. 106.25 കിലോ ന്യൂട്ടൺ. ഓപ്ഷൻ എ ആണ്. ക്ലിയർ. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി തിയററ്റിക്കൽ ചോദ്യമാണ്. ശ്രദ്ധിക്കൂ. Which of the following are the wrong among the assumption
ഓഫ് ടെർസാഗി, ഫാദർ ഓഫ് സോയിൽ, ബിയറിംഗ് കപ്പാസിറ്റി തിയറി. യെസ്, ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ് ആണ്, ഷാലോ ഫൗണ്ടേഷനിലാണ് ടെർസാഗി വരുന്നത്. മൂപ്പര് പറയുന്ന അസംഷൻസിലേക്ക് ആദ്യം കടക്കാം. ഇതൊക്കെ മൂപ്പര് പറയുന്ന അസംഷൻസ് ആണ്, ശ്രദ്ധിക്കൂ. ഇതെല്ലാം അയാൾ പറയുന്ന അസംഷൻ ആണ്. ഫൗണ്ടേഷൻ ഈസ് ഷാലോ. നമുക്കറിയാം ഫൗണ്ടേഷൻ വരച്ചു കഴിഞ്ഞാൽ ആ പറയുന്ന ഫൗണ്ടേഷന്റെ ഡെപ്ത് കണ്ടമാനം ഒന്നും ഇല്ല, അതൊരു പർട്ടിക്കുലർ ഡെപ്ത് വരെ ഉള്ളൂ. ദ ഡെപ്ത് ഓഫ് ദ ഫൗണ്ടേഷൻ ഈസ് ലിമിറ്റഡ്. അല്ലേ 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 ഇതാണ് ഫൗണ്ടേഷൻ, ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവൽ കാണുന്നത്, ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവൽ കാണപ്പെടുന്നത്. ആൻഡ് ഈ ലെവലിനെയാണ് നമ്മൾ എന്ത് പറയാ, ഫൗണ്ടേഷൻ ലെവൽ എന്ന് പറയാം. ദിസ് ഇസ് ദ ഫൗണ്ടേഷൻ ലെവൽ ആൻഡ് ദിസ് ഇസ് ദ ഗ്രൗണ്ട് ലെവൽ. ഇതാണ് ഗ്രൗണ്ട് ലെവല്, ഇതാണ് ഫൗണ്ടേഷൻ ലെവല്. ഇവർ തമ്മിലുള്ള ഈ ഡെപ്തിനെയാണ് നമ്മൾ എന്ത് പറയാ, ഡെപ്ത് ഓഫ് ദ ഫൗണ്ടേഷൻ, DF എന്ന് പറയാം, അല്ലെ. ആൻഡ് ഈ കാണിച്ചിരിക്കുന്നത് ഫൗണ്ടേഷന്റെ വിഡ്ത്താണ്. നിങ്ങൾ ഇതിന്റെ 3 ഡയമെൻഷണൽ ഫിഗർ വരയ്ക്കാൻ ശ്രമിച്ചാൽ യെസ് ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. ഇതിന്റെ ലെങ്ത്തും കൂടി നമുക്ക് കാണാൻ സാധിക്കും. ക്ലിയർ അല്ലേ? സോ ദാറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ ഫൗണ്ടേഷൻ, ദാറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ ഫൗണ്ടേഷൻ. ഈ കാണിച്ചിരിക്കുന്നത് എന്താണ്, ലെങ്ത് ഓഫ് ദ ഫൗണ്ടേഷൻ ആണ് അങ്ങോട്ട്. ഓക്കെ, ഇതിന്റെ മുകളിലാണ് എന്ത് ആക്ട് ചെയ്യുക, Q എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യുക. ക്ലിയർ അല്ലേ? ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. യെസ്, ഈ പറയുന്ന ഫൗണ്ടേഷന്റെ വിഡ്ത്ത് എത്രയാണോ അത്ര തന്നെ ഡെപ്തിൽ മാത്രമേ നമുക്ക് എല്ലാ സ്ട്രെസ്സിന്റെയും ഇൻഫ്ലുവൻസ് കാണപ്പെടുള്ളൂ. യെസ്, ഈ പറയുന്ന ഈ ഫൗണ്ടേഷന്റെ വിഡ്ത്ത് എത്രയാണോ അത്ര തന്നെ ഡെപ്ത് എടുത്തു കഴിഞ്ഞാൽ ഈ ഡെപ്ത് വരെ മാത്രമേ കാര്യങ്ങളുടെ, സ്ട്രെസ്സുകളുടെ, വാട്ടർ പ്രസൻസിന്റെ ഒക്കെ ഇൻഫ്ലുവൻസ് കാണപ്പെടുള്ളൂ. അതിന്റെ അപ്പുറത്തേക്കുള്ള യാതൊരു എഫക്റ്റും കാണപ്പെടില്ല. A depth beyond this width of the footing, no effect of stress is considered, no effect of water is considered. അത് അസംഷൻ ആണ്. ക്ലിയർ അല്ലേ? ഓരോ അസംഷൻ വായിച്ച്. ഫൗണ്ടേഷൻ ഈസ് ഷാലോ, ബേസ് ഓഫ് ദ ഫൗണ്ടേഷൻ ഈസ് കൺസിഡർഡ് ടു ബി റഫ് ആണ്, ജനറൽ ഷിയർ ഫെയിലിയർ ആണ്. നമുക്കറിയാം ലോക്കൽ ഷിയർ ഫെയിലിയർ ഉണ്ട്, പഞ്ചിങ് ഷിയർ ഫെയിലിയർ ഉണ്ട്. ഇപ്പോൾ ജനറൽ ഷിയർ ഫെയിലിയർ ആണ് ഇയാള് അസ്യൂം ചെയ്യുന്നത്. ആൻഡ് ദ ഫൂട്ടിംഗ് ഈസ് സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് വെച്ചാൽ ദ ലെങ്ത് ഓഫ് ദ ഫൂട്ടിംഗ് ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ദ വിഡ്ത്ത് ഓഫ് ദ ഫൂട്ടിംഗ്. യെസ്, ലെങ്ത് ഈസ് വെരി മച്ച് ഗ്രേറ്റർ ആണ്. ലോഡ് ഈസ് വെർട്ടിക്കൽ ആൻഡ് കോൺസെൻട്രിക് എന്ന് വെച്ചാൽ ഈ പറയുന്ന ഫൂട്ടിങ്ങിൽ ആക്ട് ചെയ്യപ്പെടാൻ പോകുന്ന ലോഡുകൾ നോക്കിയാൽ നമുക്ക് ഫൂട്ടിംഗ് വരയ്ക്കാം വെറുതെ. ഇത്തരത്തിലാണ് ഫൂട്ടിംഗ് എന്ന് വെച്ചോ, ഇതാണ് ഫൂട്ടിംഗ്. യെസ്, ഇതാണ് ഗ്രൗണ്ട് ലെവൽ കാണുന്നത്. ലെറ്റ്സ് സേ നിങ്ങളുടെ ലോഡുകൾ എന്തായിരിക്കും, ഇങ്ങനെ ആക്ട് ചെയ്യുള്ളൂ, കോൺസെൻട്രിക് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. അതായത് അലോങ് ദ മെയിൻ ആക്സിസ്, ലോഞ്ചിറ്റ്യൂണൽ ആക്സിസിലെ ആക്ട് ചെയ്യുള്ളൂ. കോൺസെൻട്രിക് ആയിട്ട് ഒരിക്കലും എന്തുണ്ടാവില്ല, ലോഡുകൾക്ക് എക്സെൻട്രിസിറ്റി ഉണ്ടാവില്ല. There is no eccentricity to the load acting എന്ന അസംഷൻ ആണ്. ആൻഡ് എപ്പോഴും ലോഡുകൾ വെർട്ടിക്കൽ ആയിട്ട് ആക്ട് ചെയ്യപ്പെടുള്ളൂ, അവർ ഇൻക്ലൈൻഡ് ആയിട്ട് ആക്ട് ചെയ്യപ്പെടില്ല. നഹി എന്ന് പറഞ്ഞാൽ നഹി. ഓക്കെ, യെസ്, ഇതൊക്കെ ക്ലാസ് പറയുന്ന കേട്ടോ നമ്മള്. ലോഡ് ഈസ് വെർട്ടിക്കൽ ആൻഡ് കോൺസെൻട്രിക്. അതുപോലെ തന്നെ എഫക്ട് ഓഫ് വാട്ടർ ടേബിൾ ഈസ് നോട്ട് കൺസിഡർഡ് എന്ന് വെച്ചാൽ യെസ്, whatever the water table present beyond this limit will not be considered. Clear അല്ലേ? ഇതെല്ലാം മൂപ്പരുടെ അസംഷൻ ആണ്. സോ ഡയറക്റ്റ് അസംഷൻസ് നോക്കിയേ. which of the following are the wrong, ഇതാണ് വായിക്കാൻ മറന്നു പോവുക ആൾക്കാർ. which of the following are the wrong among the assumptions of Terzaghi? base is smooth, അല്ല, base rough ആണ്, തെറ്റാണ്. footing is laid at shallow depth, ശരിയാണ്. yes, footing is short, അല്ല, L/B ratio is finite, അല്ല, infinite ആണ്, because the length of the footing is very much greater than the width ആണ്, because it is a strip footing ആണ്. ക്ലിയർ അല്ലേ? സോ ഓപ്ഷൻ സി ആണ് വരിക. 1 and 3 തെറ്റായതാണ്, ശരിയായത് ഒന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ചോദ്യം വീണ്ടും അസംഷൻ ആണ്. which of the following assumptions are wrong for the design of strap footing? നമ്മൾ എഴുതി വെക്കുന്നതാണ് അല്ലെ. strap is perfectly rigid. yes, interior footing is eccentrically loaded. ഒരിക്കലും ഫൂട്ടിംഗിൽ ലോഡിംഗ് എക്സെൻട്രിക് വരില്ല. yes, strap is weightless ആണ്. അതേപോലെ തന്നെ soil pressure below the footing is uniform ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. the soil pressure is uniform beneath each individual footing. നോക്കിയേ, സ്ട്രാപ്പ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, ലിമിറ്റഡ് ഏരിയയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്ട്രാപ്പ് ഫൂട്ടിംഗ്. ഈ കാണുന്ന ഹൊറിസോണ്ടൽ മെമ്പർ വിച്ച് ഇസ് ആക്ടിംഗ് ലൈക്ക് എ ബീം ആണ്, അതിനെയാണ് നമ്മൾ സ്ട്രാപ്പ് എന്ന് പറയാം. ഈ പറയുന്ന സ്ട്രാപ്പ് റിജിഡ് ആണെന്നാണ് പറയുന്നത്, ഈ പറയുന്ന സ്ട്രാപ്പ് വെയിറ്റ്ലെസ് ആണെന്നാണ് അസ്യൂം ചെയ്യുന്നത്. എന്നിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിസൈൻ ചെയ്യുക. അതേപോലെ ഇൻഡിവിജ്വൽ ഫൂട്ടിങ്ങിന് താഴെ പ്രഷർ എന്തായിരിക്കും, യൂണിഫോം ആയിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ അസംഷൻ ആണ്. സോ തെറ്റായത് ഏതാണ്, റോങ് ആണ് അഗൈൻ ചോദിച്ചിരിക്കുന്നത്. ബി തെറ്റാണ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കുക. വൈബ്രോ ഫ്ലോട്ടേഷൻ ഈസ് ടെക്നിക് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ കോമ്പാക്ട് ഇൻ വാട്ട് കൈൻഡ് ഓഫ് സോയിൽ? ക്ലേ അല്ല, സിൽട്ട് അല്ല. യെസ്, ബെസ്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ലൂസ് സാൻഡി സോയിൽ, നോട്ട് ഓർഗാനിക് സോയിൽ. ക്ലിയർ അല്ലേ? ഓപ്ഷൻ സോയിൽ. സോ നോക്കിയേ, വേറെ ഏതൊക്കെയാണ് മെത്തേഡ്സ് ഉള്ളത്?
കോമ്പാക്ഷൻ ചെയ്യാൻ വേണ്ടിയുള്ള മറ്റു മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മളെ റോഡ് റോളർ. യെസ് പപ്പു താമരശ്ശേരി ചുരം എന്ന് ചോദിച്ചാൽ ഇതെന്താണ് ഇതിന്റെ പേര്? ദിസ് ഇസ് ടേംഡ് ആസ് സ്മൂത്ത് വീൽ റോളർ. സ്മൂത്ത് വീല് റോളർ ആണ്. ഓക്കെ, എങ്ങനെയാണ് ഈ പരിപാടി ചെയ്യുക? ഇത് കോമ്പാക്ഷൻ ഈസ് അച്ചീവ്ഡ് ബൈ ദ അപ്ലിക്കേഷൻ ഓഫ് പ്രഷർ ആണ്. കോമ്പാക്ഷൻ ഈസ് അച്ചീവ്ഡ് ബൈ ദ അപ്ലിക്കേഷൻ ഓഫ് പ്രഷർ ആണ്. ഏത് സോയിലിന് വേണ്ടിയാണെന്ന് ചോദിച്ചാൽ കോഴ്സ് ഗ്രൈൻഡ് സോയിലിന് വേണ്ടിയാണ് ഇവ ഉപയോഗിക്കുക. വേറെ ഏതാണ് ടീം? ദിസ് ഇസ് ടേംഡ് ആസ് ഷീപ്പ് ഫൂട്ട് റോളർ. ഷീപ്പ് ഫൂട്ട് റോളർ എന്നാണ് ഇതിനെ പറയുന്നത്. എങ്ങനെയാണ് ഇവരുടെ കോമ്പാക്ഷൻ അച്ചീവ് ചെയ്യപ്പെടുന്നത്? ബൈ മീൻസ് ഓഫ് നീഡിങ് ആക്ഷൻ, അല്ലെ പോക്കിംഗ് ആക്ഷൻ അല്ലെങ്കിൽ നീഡിങ് ആക്ഷൻ. ഒരു സംശയമില്ല, ഏത് സോയിലിന് വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈൻ ഗ്രൈൻഡ് സോയിലിന് വേണ്ടിയാണ്. അടുത്ത ടീമാണ് ന്യൂമാറ്റിക് ടയർ. ന്യൂമാറ്റിക് ടയർ റോളർ ആണ്. യെസ്, ഇത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ ഇവരുടെ ആക്ഷൻ ഓഫ് കോമ്പാക്ഷൻ എങ്ങനെയാണ്? ബോത്ത് പ്രഷർ ആൻഡ് നീഡിങ് ആക്ഷൻ, രണ്ടിന്റെയും കൂടി കോമ്പിനേഷൻ ആണ് ഈ ടീം. അതുകൊണ്ട് തന്നെ അപ്ലിക്കബിൾ ഫോർ ബോത്ത് കോഴ്സ് ഗ്രൈൻഡ് സോയിൽ ആൻഡ് ഫൈൻ ഗ്രൈൻഡ് സോയിൽ. ബട്ട് മോസ്റ്റ്ലി പ്രിഫേർഡ് ഫോർ ഏതാണ്? യൂസ് ചെയ്യുക ഫൈൻ ഗ്രൈൻഡ് സോയിൽ ആണ്. നമുക്ക് ഇതൊക്കെ ഡയറക്ട്ലി വരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതൊക്കെയാണ് നമ്മൾ ഓർക്കേണ്ടത്. വേറെ എന്താണ് ഓർക്കേണ്ടത്? ഈ കാണുന്ന സാധനത്തെ റാമേഴ്സ് എന്ന് പറയും. ഇതിനാണ് എന്ത് പറയാ? റാമർ എന്ന് പറയുന്നത്. അതായത് യെസ്, കോമ്പാക്ഷൻ ഈസ് അച്ചീവ്ഡ് ബൈ മീൻസ് ഓഫ് ഇമ്പാക്ട് ആണ്. അതായത് ഒരു ഹൈറ്റ് നമ്മൾ എന്ത് ചെയ്യുക? സോയിലിനെ കോമ്പാക്ട് ചെയ്യുക. ഏത് സോയിലിന് വേണ്ടിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈൻ ഗ്രൈൻഡ് സോയിലാണ്, അല്ലെങ്കിൽ കൊഹസീവ് സോയിലിന് വേണ്ടിയാണ്. നോക്കിയേ, എവിടെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് പോയിന്റ്. യെസ്, ഫോർ കോമ്പാക്ടിങ് സോയിൽ ഇൻ കൺഫൈൻഡ് ഏരിയാസ്. അതായത് വലിയ ഈ വെഹിക്കിൾസ് ഒന്നും ഇറങ്ങി ചെല്ലാൻ പറ്റാത്തിടത്ത്, വലിയ കോമ്പാക്ടിങ് ഇൻസ്ട്രുമെന്റ്സ്, അതായത് വെഹിക്കിൾസ് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്ത്, കൺഫൈൻഡ് ഏരിയാസിൽ, യെസ്, ഓർ കോർണർ പോർഷൻസ് എന്നൊക്കെയാണ് അവര് തരുന്ന ഇൻഡിക്കേഷൻസ്. ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എങ്ങോട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്? റാമറിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഓക്കെ, റാമറിന്റെ അതേ അപ്ലിക്കേഷനുമായിട്ട് കൊണ്ടു നടക്കുന്ന ചെറിയൊരു സാധനമാണ് ഇത് ഫ്രോഗ് ഹാമർ എന്ന് പറയുന്നത്. അതും കൂടി ഓർത്തിരിക്കുക, ഫ്രോഗ് ഹാമർ എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ ടീം വൈബ്രേറ്റേഴ്സ് ആണ്. ഏതാണ് ഇവരുടെ അപ്ലിക്കേഷൻ? യെസ്, കോമ്പാക്ഷൻ ഈസ് ബൈ മീൻസ് ഓഫ് ഏതാണ്? വൈബ്രേഷൻ ആണ്. ഏത് സോയിലിന് വേണ്ടിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാൻഡി സോയിലിന് വേണ്ടിയാണ് മിക്കവാറും ഉപയോഗിക്കുക. ഇവിടെ വൈബ്രോ ഫ്ലോട്ടേഴ്സ് എന്ന് പറയുന്ന വേറെ ടീമുണ്ട്. എന്ന് പറയുന്ന മറ്റു വേറെ ടീമുണ്ട്. ഇത് ഏതിനു വേണ്ടിയാണ്? ദിസ് ഈസ് ദ കോമ്പാക്ഷൻ ഓഫ് സാൻഡ് അറ്റ് ലാർജർ ഡെപ്ത് ആണ്. ലാർജർ ഡെപ്ത്, നല്ല ഡെപ്തിലൊക്കെ ഉള്ള സാൻഡിന്റെ കോമ്പാക്ഷന് വേണ്ടി ഇതിനെ ഉപയോഗിക്കുന്നു. ഇനി അതല്ല, യെസ്, കോമ്പാക്ഷൻ ഓഫ് സാൻഡ് അറ്റ് ഷാലോ ഡെപ്തിലാണെങ്കിൽ ഏതാണ്? ഈ പറയുന്ന വൈബ്രേറ്റേഴ്സ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ. വെറും 10 ചോദ്യങ്ങൾ. എവിടെ നിന്ന്? നമ്മളുടെ സോയിൽ അല്ലെങ്കിൽ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നും 5 ക്വസ്റ്റ്യൻ ന്യൂമറിക്കലായിരുന്നു. നല്ല ന്യൂമറിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് പ്രാക്ടീസ് ഇല്ലാത്ത ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഒരുപാട് സമയം എടുക്കും. എന്റെ റെക്കമെൻഡേഷൻ, നമ്മുടെ ഭാഗത്തുള്ള റെക്കമെൻഡേഷൻ ഇതാണ്: നിങ്ങൾ ചെറിയ ലെവൽ ക്വസ്റ്റ്യൻ ചെയ്താൽ പോരാ, നല്ല കൂടിയ കട്ടക്ക് ലെവലുള്ള ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അത് നിങ്ങൾക്ക് പുറത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനേക്കാളും കുറഞ്ഞ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ അതേ ലെവൽ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും വരിക. നമുക്ക് എക്സാം മോഡിലും എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. പ്രാക്ടീസ് ചെയ്യുക, അതാണ് പോയിന്റ്. LSCD AE എക്സാംസിനും ഓവർസിയർ ഗ്രേഡ് 1 എക്സാംസിനും പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി സൈലം ടെക്നിക്കലിന്റെ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടും. ഓക്കെ അല്ലെ? നോക്കിയേ, ഓൺലൈൻ കോഴ്സുകൾക്ക് AE വെറും 13,000 രൂപയ്ക്കാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഓവർസിയർ ഓൺലൈൻ ബാച്ചുകൾ 4,000 രൂപയ്ക്കാണ് നിങ്ങൾ എത്തുന്നത്. കിടിലൻ കണ്ടന്റ് ആണ് എത്തുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. ഓഫ്ലൈൻ, യെസ്, ക്യാമ്പസിൽ വന്ന് നേരിട്ട് പഠിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് AE കോഴ്സസ് 25,000 ആൻഡ് ഓവർസിയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 10,000 രൂപയ്ക്കാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ കാണുന്ന നമ്പറിൽ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക, ജോയിൻ ചെയ്യുക. നമുക്ക് ഈ തവണത്തെ എക്സാം നമുക്ക് എന്ത് ചെയ്യണം? ക്രാക്ക് ചെയ്യണം. ക്ലിയർ അല്ലേ? സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ബാക്കിയുള്ള മറ്റു ടോപ്പിക്കിലെ മറ്റു സബ്ജക്റ്റിലെ ക്വസ്റ്റ്യൻസുമായിട്ട് വേറെ ഒരു സെഷൻ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്.